ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെ ബഹുരസമാണ് കാര്യങ്ങൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആരോപണ പ്രത്യാരോപണങ്ങൾ അത് പരിധി കടന്നു പോവുകയാണ്. എം മണി UDF സ്ഥാനാർത്ഥി DN കുര്യാക്കോസിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾ അതേ നിലയിൽ ചില കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ അതിന് മറുപടി നൽകുന്നു. എം മണിയുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? CPM ആശങ്കപ്പെടുന്നതിനിടയിലാണ് അതേ തൂക്കത്തിലുള്ള മറുപടിയും വരുന്നത്. പാർലമെന്റ് പ്രസംഗിച്ചോ എന്ത് ചെയ്തു? വന്നിരിക്കുക പൗഡർ പൂജി ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്തമാനം പറയാതെ ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ ഈ മോശം പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമോ എന്ന് CPM ഭയപ്പെടുന്നുണ്ട്. ഇത് മറികടക്കാൻ എം മണിക്കായി പ്രത്യേക പൗരസ്വീകരണങ്ങൾ സംഘടിപ്പിക്കുകയാണിപ്പോൾ. ബൈസൺ വാലിയിലാണ് ആദ്യ സ്വീകരണം നടന്നത്. ഇതിനു പിന്നാലെ ഉടുമ്പൻചോല മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സമാനമായിട്ടുള്ള പൗരസ്വീകരണങ്ങൾ സംഘടിപ്പിക്കും. എന്നാൽ ഈ സ്വീകരണ പരിപാടികൾക്ക് എം മണിയുടെ പ്രസ്താവനയുമായി ബന്ധമില്ലെന്നാണ് CPM അവകാശപ്പെടുന്നത്. ശ്രീ എം മണിക്ക് പൗരസ്വീകരണം ഏർപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യസന്ധമായിരിക്കണം, നിലപാടുകളിൽ വ്യക്തത ഉണ്ടായിരിക്കണം, സ്വീകാര്യത ഉണ്ടായിരിക്കണം. ഈ കാര്യത്തിലൊക്കെ എം മണി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ എം മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ആലോചിക്കേ? UDF ദേവികുളം നിയോജക മണ്ഡലം കൺവീനർ OR ശശി കഴിഞ്ഞ ദിവസം എം മണിക്കെതിരെ നടത്തിയ പ്രസ്താവനയാണിത്. സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നിയന്ത്രിക്കാൻ പക്ഷേ ഇതുവരെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.